രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കുന്ന കോങ്കോയിൽ കോളറ രോഗവും ഏറെ ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ യുണിസെഫ് സംഘടനയാണ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. വർഷാരംഭം മുതൽ ആകെ 64,427 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിൽ 1,888 മരണങ്ങളും ഉൾപ്പെടുന്നു. കുട്ടികൾക്കിടയിലും ഈ രോഗബാധ അധികമാണെന്നും 14,818 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും 340 കുട്ടികൾ മരണപ്പെടുകയും ചെയ്തുവെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. തലസ്ഥാനമായ കിൻഷ ഉൾപ്പെടെ രാജ്യത്തെ 26 പ്രവിശ്യകളിൽ 17 പ്രവിശ്യകളിലും നിലവിൽ രോഗം മൂർധന്യതയിൽ നിലനിൽക്കുന്നുവെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. പൂർണ്ണമായും തടയുവാൻ കഴിയുന്ന ഒരു രോഗം കോങ്കോയിലെ കുട്ടികളെ ഇത്രയധികം ബാധിക്കുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം വേദനാജനകമാണെന്നും വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. 30 വർഷത്തിനിടയിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അടിയന്തരാവസ്ഥയിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത്. കുടിയേറ്റ തരംഗം വർദ്ധിക്കുന്നതിനാൽ മറ്റ് സാംക്രമിക രോഗങ്ങളും ഏറെ കൂടുകയാണ്. വസൂരി, അഞ്ചാമ്പനി തുടങ്ങിയ രോഗങ്ങൾ പടരുവാനുള്ള സാധ്യത തിങ്ങി നിറഞ്ഞതും വൃത്തിഹീനവുമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും പത്രക്കുറിപ്പിൽ അടിവരയിടുന്നു. ജല ശുചിത്വ സേവനങ്ങളിലേക്കുള്ള പരിമിതമായ പ്രവേശനം, ആരോഗ്യ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുന്ന നിരന്തരമായ സംഘർഷം, കുടിയിറക്കം, അരക്ഷിതാവസ്ഥ എന്നിവ കോളറ പ്രതിസന്ധി കൂടുതൽ വഷളാക്കുന്നുവെന്നും വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു.